നിയമസഭാ സമ്മേളനം നാളെ തുടങ്ങാനിരിക്കെ വിവാദ വിഷയങ്ങൾ ഉയർത്തി സർക്കാരിനെതിരെ പ്രതിരോധം ശക്തമാക്കാൻ പ്രതിപക്ഷം. കസ്റ്റഡി മർദ്ദനം മുതൽ തൃശൂരിലെ ശബ്ദരേഖയിൽ വരെ ചൂടേറിയ വാദപ്രതിവാദങ്ങൾക്ക് സഭാതലം സാക്ഷ്യം വഹിക്കും. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. നിരവധി വിഷയങ്ങളിൽപ്പെട്ട് സർക്കാർ പ്രതിരോധത്തിലായിരിക്കുന്ന വേളയിലാണ് സഭാ സമ്മേളനത്തിന് തുടക്കമാകുന്നത്. തുടർച്ചയായി ഉയരുന്ന കസ്റ്റഡി മർദ്ദന കഥകൾ ഉൾപ്പെടെ പോലീസ് അതിക്രമങ്ങൾ ഉയർത്തിയാകും പ്രതിപക്ഷം ആദ്യ ദിനം മുതൽ സഭ പ്രക്ഷുബ്ധമാക്കുക. പോലീസിനെതിരെ ഉയരുന്ന ആരോപണങ്ങളിലും കേസുകളിലും എല്ലാവരും കാത്തിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മറുപടിയും സഭയിലുണ്ടാകും. അയ്യപ്പ സംഗമവും സഭാതലത്തിൽ മറ്റൊരു ചൂടേറിയ ചർച്ചാ വിഷയമായി മാറും. CPM-നെ പ്രതിരോധത്തിലാക്കിയ തൃശൂരിലെ ശബ്ദരേഖയും പ്രതിപക്ഷത്തിന്റെ കയ്യിലെ മറ്റൊരു ആയുധമാണ്. എല്ലാറ്റിനുമുപരി രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരുമോ എന്നതാണ് ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. സഭയിൽ വരരുതെന്ന് പ്രതിപക്ഷം ഔദ്യോഗികമായി നിർദ്ദേശിച്ചിട്ടില്ല. രാഹുലിന് സഭയിൽ വരുന്നതിൽ നിയമതടസ്സമില്ല എന്ന് സ്പീക്കറും വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ പ്രതിപക്ഷ നിരയിൽ ഇരിപ്പിടം നൽകരുതെന്നാവശ്യപ്പെട്ട് UDF കത്ത് നൽകിയിട്ടുണ്ട്. അതിനാൽ രാഹുൽ സഭയിലെത്തിയാലും പ്രത്യേക ബ്ലോക്കിലാകും ഇരിക്കുക. പ്രതിപക്ഷത്തിന്റെ കത്ത് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തെ പ്രതിപക്ഷ ബ്ലോക്കിൽ നിന്ന് മാറ്റിയിരുത്തി കിടന്നാണ്. അത് ഞങ്ങൾ തീരുമാനമെടുക്കും. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള നിയമ ഭേദഗതി അടക്കമുള്ള ബില്ലുകളും ഈ സമ്മേളനത്തിൽ സഭയിൽ വരും. ഒക്ടോബർ 10 വരെയാണ് സഭാ സമ്മേളനം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, മുൻ സ്പീക്കർ PP തങ്കച്ചൻ, MLA ആയിരുന്ന വാഴൂർ സോമൻ എന്നിവർക്ക് ചരമോപചാരമർപ്പിച്ച് ആദ്യ ദിനം സഭ പിരിയും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.